അബ്ദുൾ റഷീദ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ IMF-ലെ ഇന്ത്യയുടെ അതൃപ്തി വിട്ടുനിൽക്കൽ സംബന്ധിച്ച്. മുൻപ് തന്നെ IMF പാകിസ്ഥാന് നൽകുന്ന ധനസഹായവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. അതായത് അവിടേക്ക് പാകിസ്ഥാൻ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലൂടെ പാകിസ്ഥാൻ കടന്നു പോകുന്നു എന്നുള്ളത് വാസ്തവമാണ്. വളരെയധികം അവരുടെ സാമ്പത്തിക ശേഷി, സാമ്പത്തിക ഭദ്രത തകർന്ന ഘട്ടത്തിലാണ്. അപ്പോൾ IMF പോലെയുള്ള ഒരു സഹായം അവർക്ക് അനിവാര്യവുമാണ്. പക്ഷേ അങ്ങനെ ലഭിക്കുന്ന പണം പാകിസ്ഥാൻ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളത് IMF തന്നെ മോണിറ്റർ ചെയ്യണം, ലോകരാഷ്ട്രങ്ങൾ മോണിറ്റർ ചെയ്യണം എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ആവശ്യം. അപ്പോൾ ആ ഘട്ടത്തിൽ കൂടിയാണ് ഈ വോട്ടെടുപ്പിൽ നിന്നും ഇന്ത്യ വിട്ടുനിൽക്കുന്നത്. അങ്ങനെ ആ പണം ഭീകരവാദത്തിലേക്ക് മാറാതിരിക്കാനുള്ള ജാഗ്രത കാട്ടണം എന്നുള്ളൊരു നിലപാട് ഇന്ത്യ സ്വീകരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ബന്ധപ്പെട്ട ഇന്ത്യ നേരത്തെ തന്നെ ഒരു കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിരുന്നത്. അതായത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു. അതായത് പാകിസ്ഥാന് IMF ഫണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന ഒരു നിർദ്ദേശം നേരത്തെ തന്നെ ഇന്ത്യ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ യോഗത്തിലുണ്ടായിട്ടുള്ള വോട്ടെടുപ്പിൽ നിന്നും ഇന്ത്യയുടെ പ്രതിനിധി മാറി നിന്നത്. അതായത് ഈ വോട്ടെടുപ്പിൽ വലിയ പ്രതിഷേധം ഇന്ത്യ കാണിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഫണ്ട് പാകിസ്ഥാന്റെ സർക്കാർ പ്രധാനമായും ഭീകരവാദത്തിനും അതോടൊപ്പം തീവ്രവാദത്തിനും വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് IMF-ന്റെ യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ഒരു അടിസ്ഥാനത്തിൽ, അതായത് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ പ്രതിനിധി വോട്ടെടുപ്പിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ നയതന്ത്രപരമായിട്ട് എല്ലാ വിധത്തിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ വരിഞ്ഞു മുറുക്കുക എന്നുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നിരവധിയായിട്ടുള്ള നയതന്ത്ര കാര്യങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ നടപടി ശക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സിന്ധു നദീജല കരാറ്, അതോടൊപ്പം മറ്റു വാണിജ്യ ചരക്കുകളിലൊക്കെ ഏറ്റവും ഒടുവിൽ ശ്രീനഗറിൽ സ്ഫോടനം ഉണ്ടായി എന്നുള്ള പുതിയ വിവരങ്ങൾ കൂടി അബ്ദുൾ റഷീദ് പങ്കുവെക്കുന്നുണ്ടല്ലോ. വിമാനത്താവളത്തിന് സമീപമുണ്ടായ സ്ഫോടനം, വാഹനങ്ങൾ കത്തി നശിച്ചു എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ. എന്താണ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മനസ്സിലാകുന്നത് അബ്ദുൾ റഷീദ്? അസിത, തീർച്ചയായും ശ്രീനഗറിലെ ഈ മേഖലകളിൽ നിരവധി മേഖലകളിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാകുന്നത്. ശ്രീനഗറിലെ വിമാനത്താവളത്തിന് സമീപം വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. ഡ്രോൺ ആക്രമണമാണോ ഈ സ്ഫോടനത്തിന് കാരണം എന്നുള്ളത് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അതേസമയം ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ള മേഖലകളിലെ നിരവധി കെട്ടിടങ്ങൾക്കും അതോടൊപ്പം വാഹനങ്ങൾ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമായും വിമാനത്താവളത്തിന് സമീപം ഉള്ള കാറുകൾ ഒക്കെ തന്നെയും കത്തി നശിച്ചിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള കാറുകൾ കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതേസമയം അഗ്നിരക്ഷാ സേനയുടെ ഇടപെടൽ കൃത്യമായിട്ട് ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. പാർക്കിംഗ് ഏരിയകളിലടക്കം, അതായത് കെട്ടിടങ്ങൾക്ക് താഴെ ഉണ്ടായിട്ടുള്ള പാർക്കിംഗ് ഏരിയകളിലടക്കം ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു, സ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിരവധി കാറുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം മറ്റു കെട്ടിടങ്ങൾക്കും ഇപ്പോൾ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളതെന്നുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലെ വിമാനത്താവളത്തിന് സമീപമാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടും അല്ലെങ്കിൽ ഇന്ത്യയുടെ പരമപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ആക്രമണം തുരത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളത് ആണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. പഞ്ചാബിലടക്കമുള്ള വിവിധ മേഖലകളിലേക്ക് അത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ഇന്ന് ജനവാസ കേന്ദ്രങ്ങളിലേക്കും അതോടൊപ്പം മറ്റു മേഖലകളിലേക്കും, പ്രധാനപ്പെട്ട മേഖലകൾ അല്ലെങ്കിൽ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ഒരു ആക്രമണം തന്നെയാണ് ജനവാസ മേഖലകളെ ലക്ഷ്യം വെച്ചു എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്നതാണ് അബ്ദുൾ റഷീദ്. പക്ഷെ അപ്പോഴും ഈ മേഖലകളിലൊക്കെ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ സൈന്യത്തിനായി, ജനങ്ങൾക്കായി എന്നുള്ളത് കൂടി ഉണ്ട് എന്നുള്ളതാണ് കരുതുന്നത്. ഇവിടങ്ങളിലൊക്കെ ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. മണിക്കൂറുകളായി ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത തരത്തിൽ സൈന്യം നിയന്ത്രണം ഏർപ്പെടുത്തുകയും അവരെ ജാഗരൂകരാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പല ഇടങ്ങളിലും ആളുകൾ ബങ്കറിലേക്കൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡ്രോൺ ആക്രമണം ജനവാസ മേഖലയിലേക്ക് വരുമ്പോഴും അതിനെ ചെറുക്കാനുള്ള സംവിധാനങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണോ അവിടുത്തെ കാര്യങ്ങൾ?
തീർച്ചയായും അങ്ങനെ ഒരു വിലയിരുത്തൽ നമുക്ക് വിലയിരുത്തലിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നതാണ്. കാരണം ഈ മേഖലകളിലൊക്കെ തന്നെയും പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിൻ്റെയും അതോടൊപ്പം പഞ്ചാബിൻ്റെ വിവിധ മേഖലകളിലൊക്കെ തന്നെയും നേരത്തെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സൈറണുകൾ മുഴക്കിക്കൊണ്ടും അതോടൊപ്പം ബ്ലാക്ക് ഔട്ട് നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടുമുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നിലനിന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ആക്രമണത്തിൽ പരമാവധി പരിക്കുകളില്ലാതെ അല്ലെങ്കിൽ അപകടങ്ങളില്ലാതെ ജനങ്ങളെ സുരക്ഷിതമായി അവരുടെ ഒരു ജീവനും ഹാനി സംഭവിക്കാത്ത രീതിയിലേക്ക് ഇടപെടാൻ സൈന്യത്തിനും അതോടൊപ്പം ഈ വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്കും ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിലയിരുത്താനാകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തും ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങളിൽ കൂടുതൽ പരിക്കുകൾ പറ്റാതെ ഇന്ത്യൻ സേന മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഈ മേഖലകളിൽ അതായത് അംബാല അടക്കമുള്ള മേഖലകളിൽ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ എല്ലാ സേനാ വിഭാഗങ്ങളും നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫിറോസ്പൂരിൽ അടക്കമുള്ള മേഖലകളിൽ അതായത് ജനവാസ മേഖലകളിലേക്ക് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഡ്രോണുകൾ എത്തിയിട്ടുണ്ട്. അതേസമയം ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലും അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച ഫിറോസ്പൂരിലും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയിട്ടുള്ള ഡ്രോണുകളിൽ ചില പരിക്കുകൾ അതായത് നിസാരമായിട്ടുള്ള പരിക്കുകൾ എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മരണസംഖ്യയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത്തരത്തിൽ ചെറിയ അപകടങ്ങൾ അല്ലെങ്കിൽ ഒരു അപായം വിവിധ മേഖലകൾ ഉണ്ടാകുന്നു എന്നുള്ളതും ഏറെ ആശങ്കാജനകമായി നിലനിൽക്കുന്നതാണ്. കാരണം ഇന്ന് ജമ്മു കാശ്മീരിൻ്റെ വിവിധ മേഖല അതായത് 11ലധികം മേഖലകളിലേക്കാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം പഞ്ചാബിലെ 8 ഇടങ്ങളിൽ ഇപ്പോൾ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പത്താൻകോട്ടിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിൽ വിവിധ മേഖലകളിലേക്ക് ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഈ മേഖലകളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ഭയാനകരമായിട്ടുള്ള ഒരു അപകടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഗുജറാത്ത് കേന്ദ്രീകരിച്ച് ചില ആക്രമണങ്ങൾ നടന്നു എന്നൊക്കെയുള്ളത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അബ്ദുൾ റഷീദ്, ആ സാഹചര്യത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ CMOയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ ട്വീറ്റിൽ തന്നെ ഒരു ട്വീറ്റ് വരികയാണ്. അതായത് ഈ നിലയിലുള്ള എല്ലാ വ്യാജ വാർത്തകളിൽ നിന്നും വ്യാജ നിർമ്മിതികളിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ള തരത്തിൽ ഇപ്പോൾ ചില മേഖലകളിൽ മുൻകരുതലിന്റെ ഭാഗമായി ബ്ലാക്ക് ഔട്ട് ഉണ്ട് എന്നതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രി അറിയിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അബ്ദുൾ റഷീദ്, അസിത, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ഭീകരാക്രമണത്തിന് പിന്നാലെയും അതോടൊപ്പം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഈ ആക്രമണത്തിന് പിന്നാലെയും നിരവധിയായിട്ടുള്ള വ്യാജ വാർത്തകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കറാച്ചിയിലെ ഉണ്ടായിട്ടുള്ള അതായത് നേരത്തെ കറാച്ചിയിൽ ഉണ്ടായിട്ടുള്ള വിവിധ അപകടങ്ങളാണെന്ന് കാണിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം മറ്റു മാധ്യമങ്ങളൊക്കെ തന്നെ വ്യാജ വാർത്ത നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ വാർത്താവിനിമയ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. അതായത് സംസ്ഥാന സർക്കാരുകളുടെയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെയും നിർദ്ദേശങ്ങൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക, അത്തരം വാർത്തകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് പോകണമെന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ മേഖലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആളപായം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ആക്രമണം ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് സേനാ വിഭാഗങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ബ്ലാക്ക് ഔട്ട് നിർദ്ദേശങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ നിലയിൽ വ്യാജ നിർമ്മിതികൾ ഉണ്ടാകരുത് എന്നുള്ളത് കൂടിയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുക കൂടി ചെയ്യുന്നത്. ചില മേഖലകളിൽ അവിടെ ബ്ലാക്ക് ഔട്ട് ഉണ്ട്, അത് രാജ്യത്ത് പലയിടങ്ങളിലുമുണ്ട്, അത് ദിവസങ്ങളായി തന്നെ തുടരുന്നത് കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ കൂടി. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ശ്രീനഗറിലെ വിമാനത്താവളത്തിന് പുറത്തൊരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എന്തുകൊണ്ട് അത് ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളിലേക്ക് എത്താനായിട്ടുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായി പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ജമ്മുവിലും പഞ്ചാബിന്റെ അതിർത്തി പ്രദേശങ്ങളിലും അടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ചില മേഖലകളിൽ വെടിവെപ്പ് തുടരുകയും ചെയ്യുകയാണ്.